தந்தையால் சரவணத்தில் வந்ததோர் அவதரித்து தந்தனாலே கருணையாய் இன்றெடுத்து சுந்தரி குரத்தி மாதோ வரிசையாய் அலைந்து வாரா கந்தவடி வேலவனே நீ கதியே ஜன்முகா 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 ஆறுமுக நீ கதியே ஆதரி கோவிலே சுவாமி ஆதியில் விநாயகனே பாதமிதா போற்றி ஆதியில் விநாயகனே பாதமிதா போற்றி ஆதியில் விநாயகனே பாதமிதா
Mike. അയ്യോ അച്ഛാ, ഇവിടെ ആരില്ല അച്ഛാ. അയ്യോ അച്ഛാ, ഇവിടെ ആരില്ല അച്ഛാ. ഇവിടെ എല്ലാവരും ഉണ്ട് കുട്ടി, എല്ലാവരും ഉണ്ട്. ഇത്രയും ജനങ്ങൾ ഉണ്ടായിട്ടും പോലെ ഇത് മതി. ഞാൻ മതിയോ? അച്ഛനെ കൊണ്ട് കൂട്ടിയ കൂടും അച്ഛാ. ഇന്നലെ വന്ന ഒരുമാതിരിപ്പെട്ടതിനൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടാണ് വിട്ടത്. ഇന്നത്തെ പറ്റുമോ എന്നുള്ള അറിയാം. നിന്റെ സൈസും ഒക്കെ വെച്ച് നോക്കുമ്പോ എന്നെ കൊണ്ട് പറ്റും തോന്നില്ലേ? എന്തായാലും ഞാൻ നോക്കാം. ആ എന്താ പറഞ്ഞ, എന്റെ പേരെന്താണ്? നീ എവിടുന്നാണ് വന്നത്? എന്താ പണി എന്നെ? എല്ലാം വന്ന് പറയുന്നുണ്ട്. ഞാൻ പന്തലിൽ കയറുന്നവർ എനിക്ക് ആ ബേജാറെ ഉണ്ടായിരുന്നില്ല. നിന്നെ കണ്ടപ്പോഴാണ് ആ ബേജാറെ തുടങ്ങിയത്. മനസ്സിലായില്ലേ? എന്തായാലും കുഴപ്പമില്ല. എന്താ നിന്റെ ജാതി എന്താണ്? അത് പറ. അതെ അതെ, ഞാൻ തന്നെ ജാതി. ഞാൻ വില്ലേജ് ഓഫീസിലായിരുന്നു ഇതിന് മുന്നേ. അതുകൊണ്ട് ജാതി സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് കൊടുക്കണമെന്ന് നോക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജാതി എന്താണെന്ന് പറയുന്നത്.
ഞാൻ കുറച്ചല്ല പുറത്ത് ആരെ പുറത്താണ്? പുറത്തിയല്ല, പുറത്തി. ആ, എവിടുന്ന് വരുന്ന പുറത്തിയാണമ്മ? ഞാൻ വടക്കുന്ന വരുന്നാണെങ്കിലോ? അപ്പൊ നീ തെക്കുന്ന എവിടുന്ന പറ, കറക്റ്റായിട്ട് പറയേ. ഓ, പത്മനാഭന്റെ നാട്ടിൽ നിന്നാണല്ലേ വരവ്? എന്താ കുട്ടിയുടെ പേരെന്താ? അത് കണ്ടാലേ അറിയാം, എന്നാലും പേര് നീ ഒന്ന് പറയേ. വിനോദേ, ഗൗരി. ആ, ശരിയപ്പാ. എന്താ നിനക്ക് എന്താ പണി? എന്താണ് ഓ, കൈ നോക്കണ പുറത്തെയാണല്ലേ? ശരിയമ്മ, നീ ഇപ്പൊ എവിടുന്നാ വരുന്നത്? അല്ലല്ല, ഇപ്പൊ എവിടുന്നാ വരുന്നതെന്ന്? ഗുരുവായൂരിന്ന്, പത്മനാഭന്റെ നാട്ടിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ നാട്ടിലെത്തിയില്ലേ? ശരി, ഗുരുവായൂരിൽ എന്തൊക്കെയാണമ്മ വിശേഷങ്ങള്? ഓ, കേട്ടോ കേട്ടോ. ശ്രീ ഗുരുവായൂർ പൂരേശനാഥന്റെ വൈഭവമൊന്നു ഞാൻ ചൊല്ലട്ടെ. ശ്രീ ഗുരുവായൂർ പൂരേശനാഥന്റെ വൈഭവമൊന്നു ഞാൻ ചൊല്ലട്ടെ. ഗുരുവായൂർ പൂരേശനാഥന്റെ വൈഭവമൊന്നു ഞാൻ ചൊല്ലട്ടെ. ശ്രീ ഗുരുവായൂർ പൂരേശനാഥന്റെ വൈഭവമൊന്നു ഞാൻ ചൊല്ലട്ടെ. എന്താ മണിയേട്ടാ
ഗുരുവായൂരെ ഒന്ന് പോണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഗുരുവായൂർ പോയിട്ട് തൊഴുത്ത് വന്ന പോലെയായിരുന്നു ഇല്ലേ? ഇനി പോണ്ട, പോയി വന്നതായി തന്നെയായി. ശരി, തൊഴില് കൈനോട്ടോന്ന് പറഞ്ഞില്ലേ? എനിക്ക് കുറെ കാലമായിട്ട് നല്ലൊരു കുറച്ച് വരികയാണെങ്കിൽ അവിടെ വാ. അതുകൊണ്ടല്ല അതിനകത്ത് ആൾക്കാരെ വിളിച്ചു വരുത്തിരിക്കുന്നത്. ശരി, നോട്ട് ചെയ്തിട്ടുണ്ട്, തരാട്ടാ. അതെ, നല്ലൊരു പുറത്തി വന്നാ എനിക്ക് പറ്റിയ ഒരാളുടെ കൈ നോക്കണം എന്ന് എനിക്ക് ഭയങ്കര ദിവസമായിട്ട് ആഗ്രഹമുണ്ട്. നന്നായി നോക്കണം. ആ അച്ഛന്റെ ഭൂതവും ഭാവിയും വർത്തമാനം എല്ലാം പറഞ്ഞു. അയാളെ കണ്ടാലേ ഒരു ഭൂതത്തിനെ പോലെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. പക്ഷേ നന്നായി നോക്കണം നീ. ഞാൻ നോക്കിട്ടെ അയാളെ. വിനേട്ടാ, ഇന്നലെ പച്ച കയ്യേ ഓക്കെ. നല്ലൊരു കോർത്തി തെക്ക് തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭന്റെ മണ്ണിന്ന് വന്നിട്ടുണ്ട്. നോക്കിയാ അറിയില്ലേ നല്ല കുട്ടിയാണോന്ന്? എങ്ങനെയുണ്ട് കുട്ടി? നോക്കാം. അല്ലെങ്കിൽ നോക്കാം. അത് ഏത് കയ്യേ? കയ്യേ കൊടുക്കേ. കുട്ടി നോക്കട്ടെ. ആ നോക്കി നോക്കട്ടെ. പിന്നെ ആള് മേങ്ങാണ്, ചോദിച്ചാ മതി, അപ്പൊ എടുത്ത് തരും. കാശ് കൊടുത്തില്ല അതുപോലെ കൈ കൊടുക്കാം. ഞാൻ അങ്ങാടി എത്തിയപ്പോഴേ വിജയനച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനെ കണ്ടു. വലിയ വയറ് ബുള്ളറ്റിലൊക്കെ പോണത്. അപ്പൊ നമ്മുടെ വിജയൻ അച്ഛൻ പറഞ്ഞു, ഇവിടുത്തെ മീനന്മാരുടെ കാര്യം കഴിഞ്ഞാൽ കാശില്ല. അത് വിജയത്തേക്ക് മാത്രമേ ഇപ്രാവശ്യം കളിയുടെ പറയാൻ പറ്റൂ. അത് വിജയത്തേക്ക് മാത്രമേ പറയാൻ പറ്റൂ. എന്നാലും കുഴപ്പമില്ല, കാശ് അയാൾ തരും. ഈ കൈ നോക്കി കൊടുത്തിട്ട് അവിടെ നിൽക്കണം. നാലാൾക്കേ കുറെ കാര്യങ്ങൾ അറിയാം. എന്നെ പോലെ തന്നെ കുറെ ആൾക്ക് അറിയാനുള്ള ആൾക്കാരുണ്ട്. അവിടെ നോക്കി നോക്കിക്കൂടെ. ഏട്ടാ, എന്നാ ആ കാര്യം കൂടെ എടുത്ത് കൊടുക്കും. രണ്ട് കൈയോ? ഒരു കൈ കൊടുത്താൽ മതി. അത് നോക്കിയാലേ എന്താ പറയാൻ പോണെന്ന് അറിയില്ല. നീട്ടിനച്ച നീ കൈകൾ നിങ്ങൾ മേളത്തോടെ മുന്നിൽ. നീട്ടിനച്ച കൈകൾ നിങ്ങൾ നീളത്തോടെ മുന്നിൽ. നീട്ടിനച്ച കൈകൾ നിങ്ങൾ മേളത്തോടെ മൂലനാശം വന്നു. അതാണ് ആ കുട്ടി ഇങ്ങനെ തന്നെ നോക്കിയത്. എന്തെങ്കിലും നല്ലത് പറയാനുണ്ടാവും ആ കുട്ടിക്ക്. നാലുരേഖ മാഞ്ഞുപോയി നാശകാലം വന്നു. നാലുരേഖ മാഞ്ഞുപോയി നാശകാലം വന്നു. കയ്യില് രേഖയില്ലാത്ത എന്ത് ചെയ്യാൻ പറ്റുമോ കുട്ടിക്ക്? ഉള്ള രേഖ വെച്ച് നോക്കട്ടെ, ബാക്കി എന്തെങ്കിലും പറയാനുണ്ടാവും. അങ്ങനെ ചൂടാവണ്ട, കൈ കാണിക്കൂ. കാണിക്കേ
നാലു പേരായി തമ്മിൽ തല്ലി നാലു ഭാഗത്തായി. നാലു പേരായി തമ്മിൽ തല്ലി നാലു ഭാഗത്തായി. 4 പേര് 4 ഭാഗത്തായ നിങ്ങൾ ഇവിടെ ചേരായിട്ട് നിൽക്കില്ലേ? അതുപോലെ കൊടുക്കൻ കയ്യെ കൊടുക്കൻ. ഇത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ എന്നെ ഇവിടെ കിട്ടിയത്. എന്തെങ്കിലും നല്ലതാ കുട്ടിക്ക് പറയാനുണ്ടാവും. എങ്ങനെ നോക്കിയാലേ പറയാം. അപ്പോഴേക്കും കൈ മാറ്റി പോയാ നന്നായി ഒഴി. നന്നായി നോക്ക്. ഉള്ള രേഖയും കൂടെ പോവും. എന്താണ്ടിരിക്കും 10 മക്കൾ യോഗമുണ്ട് ഭാഗ്യവാനാണ്. 10 മക്കൾ യോഗമുണ്ട്. നടത്തണം. ആ, പണിക്കേ പോണ്ട. കൊണ്ടേലും ബാക്കി 9 പേരുണ്ട്. എന്താ പണി ചോദിച്ചാൽ തന്നെ പണി പറയേണ്ടത്? 10 മക്കൾക്കാണ് യോഗമുള്ളത്. നടത്തണം. 10 എണ്ണം. ഉണ്ടാകുന്ന വീട്ടിൽ കാലിന് മേലെ കാലൂട്ടിരിക്കുക, പഞ്ചവാദ്യമൊക്കെ കേൾക്കുക. 10 മക്കളാണ്. ബാക്കി കൊണ്ടുവരാൻ പറയാം. ബാക്കി എന്തെങ്കിലും പറയണ്ടോ നോക്കി? അതെ അതെ, ഒരാള് നിങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ IPL ആയി കൊടുക്കും. പാതിയതിൽ ചത്തുപോകും സങ്കടപ്പേട. ഒരു രേഖയും പോയി 12 ഉണ്ടോ പറഞ്ഞു. ഏട്ടാ കുഴപ്പമില്ല. പോയി. ബാക്കി 5 എണ്ണം നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സോ മുംബൈ നമുക്ക് നേരെ കൊടുക്കാം. 5 എണ്ണം ഇല്ലേ? കൊടുക്കാൻ കയ്യേ. നാലു മക്കൾ യമപുരിയിൽ കാലനോട് ചേരൂ. 4 മക്കൾ യമപുരിയിൽ കാലനോട് ചേരൂ. സോറി, IPL കളിക്കാൻ പറ്റില്ല. വല്ല സിംഗിൾ ബാഡ്മിന്റനോ വല്ല ചെയ്യാൻ പറ്റുള്ളൂ. 9 പോയി. പക്ഷെ ഒന്നില്ലേ പോരെ. എന്തിന്? ഒന്നുണ്ടെങ്കിലും തീപ്പഴി അയക്കുകയാണെങ്കിൽ അത് അടിപൊളിയല്ലേ? നോക്കി ഒന്നുകൂടെ. അതന്നെ കുലിക്കൊന്നു മതിയോ? ശരി, എന്നാ ഒന്നൊക്കെ ഒന്ന് നല്ല തന്നെ നോക്കിക്കോ. നല്ല മകൻ ഒന്നും വെച്ചാ കണ്ടു രണ്ടു പിച്ചക്കെങ്കിലും വിടാ. അപ്പോഴും വരുമാനമാണ്. ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ഒന്നും കഴിയണം. ഇതിനാണ് എന്നെ വിളിച്ചു വരുത്തി നോക്കാൻ പറഞ്ഞത്. നിങ്ങളെ അല്ലാണ്ട് വേറെ ആരും ഇവിടെ രേഖ കാണിക്കാനേ പറ്റില്ല. കുട്ടിക്ക് ഒന്ന് നോക്കി. ഏതെങ്കിലും പറ്റുമോ? നാളെ എന്തെങ്കിലും ചോദിച്ചിട്ടോ? കണ്ണില്ലെങ്കിൽ കോട്ടയച്ച കാല് രണ്ടോ മുണ്ടി. കണ്ണില്ലെങ്കിൽ കോട്ടയച്ച കാല് രണ്ടോ മുണ്ടി. പക്ഷേ എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആ കുട്ടി നന്നായിട്ട് നോക്കുമ്പോൾ ഞാൻ കണ്ടു. ഒന്നുകൂടി നോക്കി. ഇമ്പോർട്ടന്റ് ആയിട്ട് ആ കുട്ടിക്ക് എന്തോ പറയാനാണ്. അതെ, അറിയൂ. ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? കൈ കാണിക്കും. കണ്ട കണ്ണൻ കണ്ടെത്താതെ രണ്ടും കച്ചാതെയോ. കണ്ട കണ്ണൻ കണ്ടെത്താതെ രണ്ടും കച്ചാതെയോ. ഉണ്ടായനാളും തൊട്ട് കൂട്ടും പൂജയിൽ ഞാൻ ഊട്ടം പോയി കണ്ടകാരണം ഞാൻ കൊടുക്കില്ല പറഞ്ഞത്. എല്ലാ ദിവസം കഴിക്കുമ്പോഴും ഉള്ളിൽ കഴിച്ച് 3 തുള്ളി കൊടുക്കും. എനിക്കറിയാം. അതുകൊണ്ട് മതിയാവുണ്ടാവില്ല. ഉഗ്രനല്ലേ? 3 തുള്ളി കൊടുത്ത് ബാക്കി നിങ്ങൾ അടിച്ച അതവർ 3 തുള്ളി കൊടുത്ത അയാൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ്. ഈസ് ഡിസാറ്റിസ്ഫൈഡ്. ഒന്നുകൂടി കൊടുക്കും കയ്യെ. ഊട്ടുപൂശ മാട്ടുപാത ൂട്ടുപൂശ
കണ്ടെത്താറന്നെ വന്നു. ഇത് വിളവ്, ഇത് കണ്ടെത്താറില്ല, ഇത് വിളവ്. കാശ് കൊടുക്കേണ്ട സമയത്തെ ഇന്നലെ ഇന്ന് കണ്ടെത്താൻ കാശ് കൊടുക്കും. അയാൾക്കല്ല കൈ നോക്കിയതിന് പുറത്തേക്ക് കാശ് കൊടുക്കാൻ. അല്ല, ഞാനിപ്പോ എന്താ ആലോചിക്കണം അറിയോ? ഇങ്ങനെ നിൽക്കുമ്പോ മിണ്ടാണ്ട് എന്റെ കൈ നോക്കായിരുന്നു. എന്റെ കൈ നോക്കായിരുന്നു. ആ എന്ത് തപസ്? ഈ തപസ് എനിക്ക് മനസ്സിലായി. ഇതേ ഉറങ്ങപ്പോഴേ മനസ്സിലായി. ശരിയമ്മ, ഇവിടെ എന്തിനാ ഇവിടെ വന്നത്? അച്ഛാ, ഞാൻ എന്റെ പുറമെ ഓടി ഗുരുവായൂർ തൊഴുത് നേരെ കാട്ടിക്ക് പോയതാണ്. ആ കാടലൊക്കെ തേക്കില്ലാതെ നിങ്ങൾ ഉടനെ കാട് പറഞ്ഞപ്പോ ഞങ്ങളുടെ സൈഡ് വഴി അതല്ല പൂരത്തിന് വെടിക്കെട്ടിപ്പെട്ട് എന്റെ പുറമെ എനിക്ക് കാണാതെ റഡാറിന്റെ പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഇന്നും കാണാതെ പോയിട്ടുണ്ട്. നമുക്ക് ഈ കുട്ടിയെ എവിടെയെങ്കിലും വിളിച്ചിരുത്താം, എവിടെയെങ്കിലും വിളിച്ചിരുത്താം. അങ്ങനെ പറ്റുമോ? നമുക്കൊരു കാര്യം ചെയ്യും, ഈ കാശ് കൊടുക്കാത്തതിന് വേറൊരു പരിപാടി. നമുക്ക് നാട്ടിലെ നല്ല ആൾക്കാരെ ആരെങ്കിലും കയ്യിൽ നോക്കിയിട്ടേ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നോക്കിയാലോ? ആരെങ്കിലും നല്ല ആളെ നോക്കി ഒന്ന് തപ്പി കണ്ടുപിടിക്കും നോക്കട്ടെ. കറക്റ്റ് ആളെ കണ്ടുപിടിക്കും നോക്കട്ടെ. തത്തമംഗലത്ത് ജയിക്കുന്ന അനിയത്തിനല്ല. കൈ പിടിച്ചു നോക്ക് നോട്ടെ, എന്താണത്? ആണോ? നീ ഒരു ഭാഗത്തിരിക്കേ, കുറവൻ വരും. നീ കുറവനെ ഞങ്ങൾ കാണിച്ചു തരാം. വന്നിട്ട് കാണിച്ചു കൊടുക്കാം, അതിന് മുന്നേ കാണിച്ചു കൊടുക്കാം. എവിടെയെങ്കിലും സേഫായി പോയിട്ട് ഒരു ഭാഗത്തിരിക്കേ. കൊണ്ടുപോകണ്ട, അത് കഴിഞ്ഞ ആവശ്യമുണ്ട്. എവിടേക്ക് കൊണ്ടുപോകണം? കുറവൻ
தன்னனை தன்னை தன்னனை தன்னை தன்னனை தன்னை தன்னனா 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 தன்னை
അയ്യങ്കാവിൽ കുടികൊള്ളേണം പുതിയൊരു മാതിരി പുതിയൊരു മാതിരി നാരായണ ശ്രീവർദ്ധന ശങ്കര നാരായണ വടക്കുന്നാര ശ്രീവർദ്ധനാവ അടിയനെ കാത്തുകൊള്ളണേ. ചെറുമ്പമ്മേ, വന്നത്തമ്മേ, മടുപ്പിയമ്മേ, ചിറ്റൂരമ്മേ, എന്നെയും കാത്തോളണേ. ദൈവങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. ആരാ ശങ്കര വിശ്വദേവ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കണ ആരാന്നല്ല. അച്ഛാ ആ ഞാനൊരു കുറവനല്ല അച്ഛാ. ഓ, നീ കുറവനാണല്ലേ. ശരി, നീ എവിടുന്ന് വരണ കുറവനാണപ്പാ? അച്ഛാ ആ, അച്ഛന് തെക്കറിയോ? എനിക്ക് തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും ഒക്കെ അറിയാം. തെക്കിൽ നീ എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അച്ഛാ ആ, ഞാൻ വന്നിട്ട് തെക്ക് തിരുവനന്തപുരം അച്ഛാ. ഓ, തെക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് വരണല്ലേ. ശരി, നിന്റെ പേരെന്താണപ്പാ? അച്ഛാ ആ, ഞാൻ എന്റെ പേര് പറഞ്ഞാല് ആ. അച്ഛനും ആ. ഈ കൂടിയിരിക്കുന്ന നാട്ടുകാരെല്ലാരും ഇടുകിടാന്ന് പറയും. ഈ ചൂടത്ത് പറയ്ക്ക നിന്റെ പേര് കേട്ട് കഴിഞ്ഞല്ലേ.
അതെ എന്താ അങ്ങനെ കിടുകിട വരക്കണ പേരെന്താണോ ഒന്ന് കേൾക്കട്ടെ. അച്ഛാ ആ എന്റെ പേര് വന്നിട്ട് ആ നാണുന്നല്ല അച്ഛാ. ഇതിനാണ് കിടുകിട വരയ്ക്കണത്. ഞാൻ വേണമെങ്കിൽ വെറുതെ നടത്തൊരു സമാധാനത്തിന് വേണ്ടി ഒന്ന് വരച്ച് കാണിച്ചു തരാം. അത് മതിയാവോ? പോകുമ്പോ ഞാൻ ഉറപ്പിച്ചോളാം അച്ഛാ. ആ അത് വരപ്പിക്കണം. ശരി, എന്താ നിന്റെ പണി എന്താണ്? അച്ഛാ ആ എന്റെ തൊഴിൽ വന്നിട്ട് ആ. അച്ഛനും ആ. ഈ നാട്ടുകാർക്കും ആ. അവിടെ നിൽക്കുന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരമുള്ള തൊഴിലാണ്. അതിനെയാണ് തൊഴില് പറയുക. അക്ഷയകേന്ദ്രം. ഏ അക്ഷയകേന്ദ്രം. ആ ശരി. അല്ല, ഉപകാരപ്പെടുന്നതിനാണല്ലോ തൊഴിലേ പറയുക. എന്നാലും അവന് കിട്ടുള്ളൂ. എന്താ അങ്ങനെ ഉപകാരമുള്ള തൊഴില്? അച്ഛാ ആ ആ ഉപകാരമുള്ള തൊഴിൽ വന്നിട്ട് ആ കിടക്ക ഷീറ്റ് ഉണ്ടാക്കണ കച്ചവടമാണ്. നല്ല ഉപകാരമുള്ള പണിയാണ്. വൈകുന്നേരം പോയാൽ സുഖമായി ഉറങ്ങാനേ. കിടക്കി സീറ്റ് നല്ല നല്ല പണിയാണ്. ശരിയപ്പാ, ഇപ്പൊ എന്റെ വരവ് എവിടുന്നാണ്? അച്ഛാ ആ അച്ഛൻ തൃശ്ശൂര് കേട്ടിട്ടുണ്ടോ? ഞാൻ തൃശ്ശൂര് കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. അവിടുന്നാണ് പെണ്ണും എടുത്തിരിക്കുന്നത്. നിന്റെ എന്റെ അനിയനുണ്ട്, അവന്റെ പെണ്ണ് അപ്പുറത്ത് ഗുരുവായൂരിനാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ എനിക്കറിയാം. മനസ്സിലായില്ലേ? തൃശ്ശൂരൊക്കെ അറിയാം. നീ ഇപ്പൊ എവിടുന്നാ വരുന്നത് മാത്രം പറയേ. അച്ഛാ ആ ഞാൻ തൃശ്ശൂർ പൂരത്തിൽ നടക്കുന്ന സ്ഥലത്ത് വരികയാണ് അച്ഛാ. ഓ, തൃശ്ശൂർ പൂരം അവിടെ നടന്നുകൊണ്ടിരിക്കണം. അവിടുന്നാണ് വരവല്ലേ? എന്തിനാ നീ അവിടെ പോയത്? അച്ഛാ ആ തൃശ്ശൂർ പൂരത്തിന് ആ നല്ല ജനത്തിരക്കായിരിക്കും. ആ അപ്പൊ നല്ല കച്ചവടം കിട്ടാൻ വേണ്ടിട്ട് ആ. ഞാൻ അവിടെ തൃശ്ശൂർ പൂരത്തിന് ഞാനും പോയതാണ് അച്ഛാ. ഓ, കച്ചവടത്തിന് വേണ്ടി. കച്ചവടത്തിന് വേണ്ടി പോയതല്ലേ? അതെ അച്ഛാ. ബാങ്ക് അക്കൗണ്ട് ഒക്കെ HDFC തന്നെയാണ്. അതും ചോദിക്കണ്ടേ? അച്ഛാ കാശാണോ ട്രാൻസ്ഫർ ആണോ എന്നൊക്കെ അറിയണ്ടേ? അച്ഛാ ആ എന്റെ കച്ചവടം വന്നിട്ട് ആ. റൊക്കം പൈസക്ക് ആ. റൊക്കം പൈസ തന്നാൽ നല്ല അസൽ കിടക്കുന്നുണ്ട്. ഞാൻ HDFC ആണോ ചോദിക്കേണ്ട കാരണമുണ്ട്. ഇതിന് മുന്നേ ഒരാളുണ്ടായിരുന്നു, ആള് ധനലക്ഷ്മിയിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ HDFC ആണോ എന്ന് ചോദിച്ചത്. മനസ്സിലായോ? അപ്പൊ റൊക്കം കാശിന് മാത്രമേ ഈ കുറവൻ ഒക്കെ വിട്ടുള്ളൂ. ശരിയപ്പാ, നീ പൂരത്തിന് പോയില്ലേ? പൂരം എങ്ങനെയുണ്ടായിരുന്നു? പൂരം കണ്ടു? അച്ഛാ ആ തൃശ്ശൂർ പൂരമാണൊരു പൂരം. അതെനിക്കും അറിയാം. പൂരം കണ്ടിട്ടില്ലെങ്കിൽ ആ. നിങ്ങളൊരു കുറവ് തന്നെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. നീ കണ്ട പൂരത്തിനെ കുറിച്ച് പറയേ. അച്ഛാ ആ. ഞാൻ പൂരവിശേഷം പറയാം. പൂരവിശേഷങ്ങൾ പറയേ. പൂരമിതുപോലെ അതിശയമുലകിൽ പറവാനില്ല, പിന്നെ ആരും അതിനെ കാണാതൊരു നാൾ ഇരുന്നീടില്ല. പൂരമിതുപോലെ അതിശയമുലകിൽ പറവാനില്ല, പിന്നെ ആരും അതിനെ കാണാതൊരു നാൾ ഇരുന്നീടില്ല. പൂരമിതുപോലെ അതിശയമുലകിൽ പറവാനില്ല, പിന്നെ ആരും അതിനെ കാണാതൊരു നാൾ ഇരുന്നീടില്ല.
കണ്ട പോലെയായി. ശരി, നാണോ നിനക്ക് ആരൊക്കെയാണ് ഉള്ളത്? എന്താ പൂരം കണ്ട പോലെ തന്നെയായി. അതാകട്ടെ കാണൂ, നമുക്ക് ആരൊക്കെയുണ്ട്? അച്ഛാ, ആ എനിക്ക് ഒരു കുറത്തിയുണ്ട്, ഒരു അമ്മയുമുണ്ട്. ശരി, കുറത്തി ഉണ്ടായിരുന്നോ? കുറത്തി അമ്മയൊക്കെ ഉണ്ടായിരുന്നോ തൃശ്ശൂർ പൂരം കാണാൻ പോകുമ്പോ? അച്ഛാ, ആ എന്ത് പറയണേ, തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് ഒരു പറ്റു പറ്റി. എന്താ എന്നെ പറ്റിച്ചു ആരെങ്കിലും ഗൂഗിൾ പേ ചെയ്തിട്ട്? അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല, അതിനാണ് കയ്യിൽ സാധനം പിടിച്ച് ആ നടക്കണം. ഒരൊറ്റ ഒരെണ്ണം കൊടുത്തിട്ടുണ്ടാവൂലേ? അതെ അച്ഛാ, ഞാൻ ആ എന്താ പറ്റിയത്? അച്ഛാ, ആ പൂരത്തിന്റെ തിക്കിലും തിരക്കിലും പെട്ടിട്ട് എന്നെ കുറച്ച് നഷ്ടപ്പെട്ടു വെച്ചാ. നീയേ നിങ്ങൾ നേരെ അത് പാറി ഇത് പാറി എന്നൊക്കെ നോക്കി നിൽക്കുമ്പോ അവളുടെ നാട്ടിൽ പോയിട്ടുണ്ടാവേ. കുറച്ചേ കാണാനില്ലേ അല്ലേ? അതെ അച്ഛാ. ശരി, നീ ഇവിടെ നിൽക്ക്. എന്തിനച്ചാ എന്നെ ഇപ്പോൾ അന്തിയിൽ വീണിപ്പാൻ അന്തമിപ്പൂറങ്ങിടുമ്പോൾ അന്വേഷിപ്പാനെന്ത്? എന്തിനച്ചാ എന്നെ ഇപ്പോൾ അന്തിയിൽ വീണിപ്പാൻ അന്തമിപ്പൂറങ്ങിടുമ്പോൾ അന്വേഷിപ്പാനെന്ത്? പൂവോന്നുള്ളൊരു പേടി അതാണ്. അതെ, അതെ കുറവൻ ഒരുത്തം വന്നിട്ടുണ്ട്, അവനെ കാണിച്ചു തരാം. പെട്ടെന്ന് പോവരുത്, അതാണ്